കോട്ടയം സ്വദേശിനിയായ ശില്പ ട്രെയിൻ യാത്രക്കിടെയാണ് പാലക്കാടുകാരൻ അജ്മലുമായി പരിചയത്തിലാകുന്നത്. പിന്നീട് ലിവിംഗ് ടുഗദർ റിലേഷൻ. ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ടായി. ഒരിക്കൽ പോലീസ് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ശില്പ കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം പങ്കാളി അറിയുന്നത്. ഇതിൻ്റെ പേരിലുള്ള പ്രശ്നത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു. ഇതോടെ കുഞ്ഞ് ശില്പയ്ക്കൊരു ബാധ്യതയായി. അങ്ങനെയാണ് 1 വയസ്സുള്ള മകളെ അവൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇങ്ങനെ ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ശില്പ എന്ന 29-കാരിയുടെ ജീവിതം. സ്വന്തം മകളെ കൊലപ്പെടുത്തിയ കേസിൽ ശില്പയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ശില്പയും അജ്മലും പരിചയത്തിലാവുന്നത്. പിന്നീടത് പ്രണയമായി വളർന്നു. ഒടുവിൽ ലിവിംഗ് ടുഗദറിലേക്കെത്തി. ഇതിനിടയിൽ ഇവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. കുഞ്ഞുണ്ടായതിനു ശേഷം ഇവർ ചില പ്രശ്നങ്ങൾ ഇവരുടെ കുടുംബത്തിലുണ്ടായി. അതായത് ഈ ശില്പ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ള മയക്കുമരുന്ന് സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിവരം ഇയാൾക്ക് ലഭിക്കും, അജ്മലിന് ലഭിക്കുകയും തുടർന്ന് ഇവർ തമ്മിലുള്ള ബന്ധം വഷളായി. ഇതേ തുടർന്ന് ഇവർ രണ്ടുപേരും അകന്നു. കഴിഞ്ഞ 6 മാസമായി ഇവർ അകന്ന് ജീവിക്കുകയാണ്. പക്ഷേ ഈ കുഞ്ഞിനെ, അതായത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല കുഞ്ഞ്, അതായത് ഭർത്താവിൻ്റെ കൂടിയാണ്. അത് ഭർത്താവ് കുഞ്ഞിനെ നോക്കണം, എന്നാൽ മാത്രമേ തനിക്ക് ജോലിക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാട് കൂടി ശില്പ സ്വീകരിച്ചു. പക്ഷേ അജ്മൽ ഇതിന് തയ്യാറായില്ല. കാരണം 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് പിതാവിൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് മാതാവിൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ തനിക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സഹായിക്കാൻ മാത്രമേ കഴിയുള്ളൂ, കുഞ്ഞിൻ്റെ പൂർണ്ണമായൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് അജ്മൽ ശില്പയെ അറിയിച്ചു. ഇതേ ചൊല്ലി വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായി. ഇതിനിടയിലാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച കുഞ്ഞുമായി ഷൊർണൂരിലുള്ള, അതായത് മാവേലിക്കരയിൽ നിന്നാണ്, മാവേലിക്കരയിലെ വാടക വീട്ടിലായിരുന്നു കോട്ടയം സ്വദേശിയായ ശില്പയുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ ഷൊർണൂരിലെത്തുകയും ഷൊർണൂരിലെ തിയേറ്ററിൽ ജീവനക്കാരനാണ് അജ്മൽ. അജ്മലിനോട് പറയുകയും, അതായത് കുഞ്ഞിനെ എനിക്ക് നോക്കാൻ കഴിയില്ല, കുഞ്ഞിനെ ഞാനിവിടെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവിടെ കൊടുക്കുകയും തിരികെ പോവുകയും ചെയ്തു. പിന്നീടാണ് കുഞ്ഞ് മരിച്ച കാര്യം അറിയുന്നത്. മാരേജ് ഇല്ലാതെ ഉണ്ടാകുന്ന കുട്ടി, അതായത് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെ ചതിക്കപ്പെടുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ആ കുട്ടിയെ വേണ്ടാതായി റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുന്ന അനുസരിച്ച് കുട്ടിയും വേണ്ടാതാകും. അങ്ങനെ ഒരു അൺവാണ്ടഡ് ക്രൈറ്റീരിയ. രണ്ടെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഏത് രീതിയിൽ പോകണമോ അതിന് തടസ്സമാണ് ഈ കുട്ടി എന്ന് തോന്നുമ്പോൾ അത് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ ഇൻഡൾജ് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജോലിക്ക് എന്താവശ്യമാണെങ്കിലും അവർക്ക് എന്താണോ ആവശ്യം അതിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് കുട്ടി തടസ്സമാണ് എന്ന് തോന്നുമ്പോഴും ഈ അൺവാണ്ടഡ് സ്റ്റാറ്റസ് ആണ് വരുന്നത്. അപ്പോൾ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവാം. കുഞ്ഞ് മരിച്ച കാര്യം ആദ്യം അജ്മലിന് അറിയില്ല. അജ്മലിന് പക്ഷേ ഇവൾ അതിനു മുമ്പ് തന്നെ ശില്പ ഒരു SMS അയച്ചിരുന്നു. ആ SMS-ലും അതുപോലെ തന്നെ വാട്സപ്പിലും സന്ദേശം അയച്ചിരുന്നു. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമ്മുടെ കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ട്. പക്ഷേ ആ സന്ദേശം ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ ഇയാൾ തയ്യാറായില്ല. കാരണം മറ്റേതെങ്കിലും രീതിയിൽ തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തന്നെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ശില്പ ഇങ്ങനെ പെരുമാറി എന്നായിരുന്നു അജ്മൽ ധരിച്ചിരുന്നത്. പക്ഷേ കുഞ്ഞ് മരിച്ചിരുന്നു. കുഞ്ഞിനെ യഥാസമയം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോഴാണ് കുഞ്ഞ് മരിച്ച കാര്യം അറിയുന്നത്. തുടർന്നാണ് ഈ കുഞ്ഞ് കൊലപാതകം ഇവരാണോ നടത്തിയെന്നുള്ള സംശയത്തിൻ്റെ പേരിലാണ് ശില്പയെ ഷൊർണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ അതിനുശേഷം ഇവരെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് അജ്മൽ വീണ്ടും പോലീസിനെ സമീപിക്കുകയും ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ ഇത് സ്ഥിരീകരിക്കുന്ന ഈ SMS-ഉം അതുപോലെ തന്നെയുള്ള വാട്സപ്പ് സന്ദേശവും ഇവർക്ക് പോലീസിന് കൈമാറുകയും ചെയ്തേ തുടർന്ന് ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്തതിൽ കുഞ്ഞിനെ താനാണ് കൊലപ്പെടുത്തിയെന്ന് തെറാപ്പിസ്റ്റ് കൂടിയായ ശില്പ സമ്മതിക്കുന്നു. അതായത് മൂക്കും വായും പൊത്തി കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത് എന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇവരെ ഒറ്റപ്പാലം കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 5 വരെയാണ് ഇവരുടെ റിമാൻഡ് കാലാവധി.